രാത്രിയിൽ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഉള്ളിലൊരു പേടി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പരിചിതമായ ഒരു നമ്പർ സ്ക്രീനിൽ കാണുമ്പോൾ ഒന്ന് ശ്വാസം വിടാൻ പോലും മറന്നുപോകാറുണ്ടോ? അതൊരു വെറും സാമ്പത്തിക പ്രശ്നമല്ല, അതൊരു മാനസികമായ തടവറയാണ്. നിങ്ങളുടെ ഓരോ ദിവസത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും അത് പതുക്കെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വിചാരിക്കും കൂടുതൽ പണം വന്നാൽ മാത്രമേ കടം തീരൂ എന്ന്. എന്നാൽ സത്യമതല്ല. കടം തീരാൻ ആദ്യം വേണ്ടത് പണമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ്. എനിക്ക് കടമുണ്ട് എന്ന് നിങ്ങൾ എത്രത്തോളം ആകുലപ്പെടുന്നുവോ അത്രത്തോളം ആ കടം നിങ്ങളുടെ ജീവിതത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. എന്നാൽ ഇന്ന് ഈ നിമിഷം മുതൽ ആ ഭാരം നമുക്ക് ഇറക്കി വെക്കാം. നിങ്ങളെ ഉറക്കം കെടുത്തുന്ന ആ കടബാധ്യതകളിൽ നിന്ന് വെറും 21 ദിവസത്തിനുള്ളിൽ എങ്ങനെ മനഃശാസ്ത്രപരമായും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ചും മോചിതനാകാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് പലരും പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫൈനാൻഷ്യൽ ഹീലിംഗ് രീതിയാണ്. കടമില്ലാത്ത സമാധാനത്തോടെ തലയണയിൽ തലവെച്ച് ഉറങ്ങാൻ കഴിയുന്ന ആ ജീവിതത്തിലേക്ക് തിരിച്ചുപോകാൻ നിങ്ങൾ തയ്യാറാണോ? സ്വാഗതം സുഹൃത്തുക്കളെ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ്. കടബാധ്യതകൾ എന്നത് പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്താറുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയും നിങ്ങളെ തളർത്തുന്നുണ്ടാകാം. പക്ഷെ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്റെ ഈ ചാനൽ ഒരു മാനിഫെസ്റ്റേഷൻ ചാനലാണ്. നമ്മളിവിടെ പഠിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാമെന്നാണ്. കടം എന്നത് നിങ്ങളെ തളച്ചിടാനുള്ള ഒന്നല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കം പഠിക്കാനുള്ള ഒരു പാഠം മാത്രമാണ്. ആ പാഠം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ യാത്രയിൽ എനിക്കൊപ്പം ചേരാൻ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ഭാരങ്ങൾ ഇറക്കിവെച്ച് സമൃദ്ധിയിലേക്ക് നടക്കാൻ സഹായിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയായി നമ്മൾ വളരുകയാണ്. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. നമ്മുടെ ഓരോ വീഡിയോയും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മാറ്റത്തിനുള്ള തുടക്കമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കടം തീർക്കാനുള്ള വെറുമൊരു കണക്കല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യബോധത്തെ മാറ്റി സമൃദ്ധി ബോധത്തിലേക്ക് എങ്ങനെ എത്താം എന്നതിനെക്കുറിച്ചാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ കാത്തിരിക്കുന്ന ആ വലിയ സമ്പത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് വാതിൽ തുറക്കാം. കടത്തെ ഭയപ്പെടുന്നത് നിർത്തുക. ഷിഫ്റ്റ് യുവർ ഫോക്കസ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തിനെയാണോ കൂടുതൽ ഭയപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ദ സീക്രട്ട് പഠിപ്പിക്കുന്ന നിയമം ഇതാണ്: വെർ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ്. അതായത് നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടേക്ക് നിങ്ങളുടെ ഊർജം പ്രവഹിക്കും. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്ന് ആർക്കൊക്കെ പണം കൊടുക്കണം, എത്ര കടമുണ്ട്, ഇനി എങ്ങനെ ജീവിക്കും എന്ന ആകുലതകളോടെയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് കൂടുതൽ കടബാധ്യതകളാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇല്ലായ്മ എന്ന വികാരമാണ്. ആ വികാരം നിലനിൽക്കുന്നിടത്തോളം കാലം എത്ര പണം വന്നാലും അത് കടം തീർക്കാൻ തികയില്ല. ഇത് മാറ്റാൻ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യേണ്ടത് ഇതാണ്: പേര് മാറ്റുക. ഇന്നു മുതൽ കടം എന്ന വാക്കിന് പകരം തിരിച്ചു നൽകാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ എന്റെ നിക്ഷേപം എന്ന് വിളിച്ചു തുടങ്ങുക. കടം എന്ന വാക്കിന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട്, അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. നന്ദി പറയുക. ബ്ലെസ് യുവർ ഡെറ്റ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, പക്ഷെ ആ കടം ഉള്ളതുകൊണ്ടാണ് അന്ന് നിങ്ങളുടെ ഒരു വലിയ ആവശ്യം നടന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ആ പണത്തോടും അത് നിങ്ങൾക്ക് തന്ന വ്യക്തിയോടും അല്ലെങ്കിൽ ബാങ്കിനോടും മനസ്സുകൊണ്ട് നന്ദി പറയുക. ആ പണം നിങ്ങൾക്ക് നൽകിയ സൗകര്യങ്ങളെ ഓർക്കുക. സമൃദ്ധിയിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 10 രൂപയേ ഉള്ളൂ എങ്കിൽ പോലും ആ പണം നിങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷിക്കുക. എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ ആവശ്യത്തിനുള്ള പണം എനിക്കായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രദ്ധ കടത്തിൽ നിന്ന് മാറ്റി സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറന്നു തരും. ആ പേടി മാറുന്ന നിമിഷം തന്നെ പകുതി കടം തീർന്നതിന് തുല്യമാണ്. കാരണം ശാന്തമായ മനസ്സിലേക്ക് പുതിയ അവസരങ്ങൾ കടന്നുവരൂ. പണം നൽകാനുള്ളവരെ അനുഗ്രഹിക്കുക. ബ്ലെസ് യുവർ ക്രെഡിറ്റേഴ്സ്. സുഹൃത്തുക്കളെ, സത്യം പറയൂ, നിങ്ങൾക്ക് പണം തരാനുള്ള ആൾ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വികാരമാണ് തോന്നാറുള്ളത്? ഭയം, ദേഷ്യം, അല്ലെങ്കിൽ ഒരുതരം വെറുപ്പ്, അല്ലേ? ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ നെഗറ്റീവ് വികാരം നിങ്ങളും പണവും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മളൊരു വലിയ മാറ്റം വരുത്തേണ്ടത്. ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കുന്നതിന് പകരം അവരെ അനുഗ്രഹിച്ചു തുടങ്ങുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്നെ ശല്യം ചെയ്യുന്ന അവരെ ഞാൻ എന്തിനനുഗ്രഹിക്കണം? പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. ഇത് എങ്ങനെ പ്രായോഗികമായി ചെയ്യാം? നന്ദിയോടെ കാണുക. എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ സഹായിക്കാൻ ആ വ്യക്തി ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുക. അവരുടെ പണം കൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രശ്നം അന്ന് പരിഹരിക്കപ്പെട്ടത്. ആ സഹായത്തോടുള്ള നന്ദി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അവർക്കും സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. നിങ്ങൾ പണം നൽകാനുള്ള വ്യക്തിക്ക് കൂടുതൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അവർക്ക് പണം വർദ്ധിക്കുമ്പോൾ നിങ്ങളോടുള്ള അവരുടെ സമീപനത്തിലും മാറ്റം വരും. തിരികെ നൽകുന്നത് സങ്കല്പിക്കുക.
നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ വളരെ അന്തസ്സോടെ നിൽക്കുന്നതും അവരുടെ പണം പൂർണ്ണമായും സന്തോഷത്തോടെ തിരികെ നൽകുന്നതും അവർക്ക് നന്ദി പറയുന്നതും ദിവസവും വിഷ്വലൈസ് ചെയ്യുക. ആ സീൻ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം അതിനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിത്തരും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരാളെ ശപിക്കുമ്പോൾ അല്ലെങ്കിൽ പേടിക്കുമ്പോൾ നിങ്ങൾ ഒരു നെഗറ്റീവ് മതിൽ പണിയുകയാണ്. എന്നാൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആ മതിൽ തകർക്കുന്നു. പണം ഒഴുകി വരാനുള്ള വഴി തെളിയുന്നു. ഓർക്കുക, പണം നൽകാനുള്ളവരോട് സ്നേഹവും ബഹുമാനവും തോന്നുമ്പോൾ മാത്രമേ പ്രപഞ്ചം നിങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിച്ചു തരികയുള്ളൂ. സ്നോബോൾ മെത്തേഡ്. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം. ഒരു വലിയ പർവ്വതം ഇടിച്ചു നിരത്താൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തളർച്ച തോന്നും. എന്നാൽ ചെറിയ കല്ലുകൾ മാറ്റി തുടങ്ങിയാൽ പണി എളുപ്പമാകും. ഇതാണ് കടം തീർക്കുന്ന കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത്. സ്നോബോൾ മെത്തേഡ് എന്നാൽ വളരെ ലളിതമാണ്. മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് ഒരു ചെറിയ മഞ്ഞുതുള്ളി താഴേക്ക് ഉരുണ്ടു വരുമ്പോൾ അത് വലിയൊരു മഞ്ഞുപാളിയായി മാറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളുടെ കടങ്ങളും നമുക്ക് തീർക്കാം. ഇത് ചെയ്യേണ്ട രീതി ഇതാ. കടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നിങ്ങളുടെ എല്ലാ കടങ്ങളും, അത് ചെറിയ 100 രൂപയായാലും വലിയ ലക്ഷങ്ങളായാലും, ഒരു പേപ്പറിൽ എഴുതുക. പലിശ നിരക്ക് നോക്കണ്ട. തുകയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറുതു മുതൽ വലുത് വരെ ക്രമീകരിക്കുക. ഏറ്റവും ചെറിയ കടത്തിൽ ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ കടം ഏതാണോ, ഉദാഹരണത്തിന് ഒരാൾക്ക് നൽകാനുള്ള 500 രൂപയോ അല്ലെങ്കിൽ ചെറിയൊരു ബില്ലോ, അത് ആദ്യം തീർക്കാൻ നിങ്ങളുടെ സർവ്വ ഊർജവും ഉപയോഗിക്കുക. വലിയ കടത്തിന്റെ കാര്യം തൽക്കാലം ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. വിജയം ആഘോഷിക്കുക. ആ ചെറിയ കടം തീർക്കുന്ന നിമിഷം അതൊരു വലിയ വിജയമായി കാണുക. എന്റെ ഒരു ബാധ്യത തീർന്നു, പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറയുക. ഈ ചെറിയ വിജയം നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അത് അടുത്ത വലിയ കടം തീർക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകും. വേഗത കൂട്ടുക. ചെറിയ കടം തീർക്കുമ്പോൾ ലാഭിക്കുന്ന ആ തുക അടുത്ത ചെറിയ കടം തീർക്കാൻ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കടവും തീരുന്ന വേഗത കൂടി വരും. സുഹൃത്തുക്കളെ, കടം തീർക്കുക എന്നത് ഒരു ഓട്ട മത്സരമല്ല, അതൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. ഒന്നാമത്തെ കടം തീരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ബാക്കിയുള്ളവ തീർക്കാനുള്ള ഊർജം. നിങ്ങളൊരു കടം തീർത്താൽ രണ്ടാമത്തേത് തീർക്കാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രിയിലെ മാനിഫെസ്റ്റേഷൻ വിദ്യ, ദ നൈറ്റ് റിച്വൽ. സുഹൃത്തുക്കളെ, നമ്മൾ പകൽ മുഴുവൻ അധ്വാനിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതം ശരിക്കും തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള ആ 5 മിനിറ്റിലാണ്. ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായും തുറന്നിരിക്കും. കടത്തെക്കുറിച്ച് ആകുലപ്പെട്ട് നിങ്ങൾ ഉറങ്ങിയാൽ രാത്രി മുഴുവൻ നിങ്ങളുടെ മനസ്സ് ആ ദാരിദ്ര്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പകരം ഇന്നു മുതൽ ഈ ചെറിയ വിദ്യ പരീക്ഷിക്കൂ. ഇത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളെ വേരോടെ പിഴുതെറിയാൻ സഹായിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ശാന്തമാവുക. ബെഡിൽ കിടന്ന് കണ്ണടച്ച് 3 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ശരീരത്തിലെ എല്ലാ ടെൻഷനും പോകുന്നതായി സങ്കല്പിക്കുക. സീറോ ഡെറ്റ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായി സങ്കല്പിക്കുക. ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പണം നൽകാനുള്ള വ്യക്തിയിൽ നിന്നോ ഉള്ള മെസ്സേജ്. നിങ്ങളുടെ കടം പൂർണ്ണമായും തീർന്നിരിക്കുന്നു, ഇനി ഒന്നും നൽകാനില്ല എന്ന ആ സന്ദേശം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ വലിയ ആശ്വാസം ഇപ്പോൾ അനുഭവിക്കുക. നന്ദി പ്രകാശനം. ആ നിമിഷം നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നതായും നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങുന്നതായും സങ്കല്പിക്കുക. എന്നിട്ട് പ്രപഞ്ചത്തോട് പറയുക, എന്റെ എല്ലാ കടങ്ങളും അത്ഭുതകരമായി തീർത്തതിന് നന്ദി. ഞാനിപ്പോൾ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രനാണ്. ഉറക്കത്തിലേക്ക് കടക്കുക. ആ സന്തോഷത്തിലും ആശ്വാസത്തിലും ഇരുന്നു കൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന ഉറപ്പോടെ വേണം ഉറങ്ങാൻ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സന്ദേശവുമായി പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. പിറ്റേന്ന് രാവിലെ പുതിയൊരു ഉന്മേഷത്തോടെ, പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളോടെയാകും നിങ്ങൾ ഉണരുന്നത്. പ്രപഞ്ചത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങളുടെ വിശ്വാസമാണ് അവിടെ പ്രധാനം. സുഹൃത്തുക്കളെ, കടം എന്നത് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നതിന്റെ അടയാളമല്ല, അതൊരു പുതിയ തുടക്കത്തിന്റെ മുന്നോടിയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള കരുത്തുറ്റ ആയുധങ്ങളാണ്. നിങ്ങൾ ഇന്നെടുത്ത തീരുമാനമുണ്ടല്ലോ, ആ ഭാരം ഇറക്കി വെച്ച് മുന്നോട്ട് നടക്കുമെന്ന ആ ഉറച്ച തീരുമാനം, അതാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം. നിങ്ങളുടെ ഓരോ രൂപയും സമൃദ്ധിയിലേക്ക് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും മനസ്സമാധാനത്തിലേക്കുമുള്ള ഈ യാത്രയിൽ നിങ്ങൾക്ക് കരുത്തേകാൻ ഇനിയും ഒട്ടനവധി വീഡിയോകൾ ഞാൻ നിങ്ങൾക്കായി എത്തിക്കും. നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ബട്ടൺ ഒന്ന് അമർത്തുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. നിങ്ങൾ കടം തീർക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസം പ്രപഞ്ചത്തോട് തുറന്നു പറയുക. കമന്റ് ബോക്സിൽ ഐ എം ഡെറ്റ് ഫ്രീ ആൻഡ് ഫൈനാൻഷ്യലി അബൻഡന്റ് എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ കടം കൊണ്ട് വിഷമിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഷെയർ ചെയ്യൂ. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്ന വലിയൊരു കൈത്താങ്ങായിരിക്കും ഇത്. വിശ്വസിക്കുക, പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ആദ്യത്തെ ചുവടുവെപ്പ് നടത്തുക എന്നത് മാത്രമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷമായിരിക്കുക. നന്ദി.